ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും തന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും യേശുവും യഹൂദ നേതാക്കളും തമ്മിലുള്ള ചൂടേറിയ വാദപ്രതിവാദത്തിന്റെ ഭാഗമാണ് യോഹന്നാൻ 8:54. ഈ വാക്യത്തിൽ യേശു അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ എന്നെത്തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നവൻ. സ്വയം മഹത്വീകരണം അർത്ഥശൂന്യമാണെന്ന് യേശു ഊന്നിപ്പറയുന്നു. യഥാർത്ഥ ബഹുമാനം പിതാവായ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തെ ആരാധിക്കുമെന്ന് യഹൂദ നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ദൈവം അയച്ച യേശുവിനെ അവർ നിരസിച്ചു. യോഹന്നാൻ 8 ഉടനീളം യേശു തന്റെ ദിവ്യ ഉദ്ഭവം സ്ഥിരീകരിക്കുന്നു. താൻ പിതാവിനാൽ അയക്കപ്പെട്ടതാണെന്നും ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്നവർ അവനെ തിരിച്ചറിയുമെന്നും പ്രസ്താവിക്കുന്നു. ഈ പ്രസ്താവന യേശു തന്റെ പൂർവാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സംഭാഷണത്തിന്റെ ഭാഗമാണ്. യോഹന്നാൻ 8:58 അവസാനിക്കുന്നു. അവിടെ അവൻ തന്റെ ദൈവത്വം സ്ഥിരീകരിക്കുന്നു. അബ്രഹാം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. പുറപ്പാട് 3:14 ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവിക നാമമാണ് ഞാൻ ആകുന്നു എന്നതിനാൽ ഇത് അവന്റെ ശ്രോതാക്കളെ രോഷാകുലരാക്കുന്നു. ഇത് മതനേതാക്കളെ കോപാകുലരാക്കുന്നു. അവർ അവനെ കല്ലെറിയാൻ ശ്രമിക്കുന്നു. യോഹന്നാൻ 8:54 മനുഷ്യന്റെ അംഗീകാരത്തിനും ദിവ്യ അംഗീകാരത്തിനും ഇടയിലുള്ള വ്യത്യാസം എടുത്തുകാണിക്കുന്നു. മതനേതാക്കൾ യേശുവിനെ നിരാകരിച്ചപ്പോൾ ദൈവം തന്നെ അവനെ മഹത്വപ്പെടുത്തി അവന്റെ ദൗത്യവും വ്യക്തിത്വവും സ്ഥിരീകരിച്ചു. പിതാവിന്റെ അധികാരത്തിലുള്ള യേശുവിന്റെ ആശ്രയത്വത്തെ ഈ വാക്യം അടിവരയിടുന്നു. യഥാർത്ഥ മഹത്വം മനുഷ്യ സാധൂകരണമല്ല, ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഉറപ്പിക്കുന്നു. ആത്യന്തികമായി ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഥാർത്ഥ മഹത്വം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് എന്നാണ്. പിതാവിനാൽ യേശുവിനെ ബഹുമാനിക്കപ്പെട്ടു. അങ്ങനെ അവൻ ദൈവത്തിന്റെ യഥാർത്ഥ പുത്രനാണെന്ന് തെളിയിച്ചു. യേശുവിൽ വിശ്വസിക്കാനും യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാനും നിത്യജീവൻ ലഭിക്കുന്നതിന് അവന്റെ സാക്ഷ്യം സ്വീകരിക്കാനും ഈ വാക്യം വായനക്കാരെ ക്ഷണിക്കുന്നു.